ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. എൻ്റെ മെയിൻ ടാർഗറ്റ് വിഷയം എന്ന് പറഞ്ഞാൽ ഷുഗർ രോഗം ഓരോ വ്യക്തിൻ്റെ ശരീരത്തിൽ നിന്നും ഇല്ലാതാവണം. രണ്ടാമത്തേത് ആ ഷുഗർ മുഖേന വരുന്ന സ്ട്രോക്കുകൾ, അതിൻ്റെ അപകടങ്ങൾ ഓരോ വ്യക്തിൻ്റെ ശരീരത്തിൽ നിന്നും പരമാവധി ഒഴിവാക്കണം. ഒരു 90% വരെ നമ്മൾ നമ്മുടെ കയ്യിലാണ് എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. വിദഗ്ധമായ ന്യൂറോളജി ഡോക്ടർ അഭിപ്രായം നമ്മുടെ കയ്യിലാണ് ഒരു 90% ഈ അസുഖത്തിന്റെ മരുന്ന് കിടക്കുന്നത്. മരുന്ന് ഉദ്ദേശിച്ചത് പലതും. അപ്പൊ അത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അതിന്റെ നഷ്ടക്കാരി നമ്മൾ തന്നെയാണ്. ആ നഷ്ടം വരാതെ നിൽക്കാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നിരിക്കുന്നത്. ഒരു ഷുഗർ രോഗം വെറുതെ ഉണ്ടാകുന്നതല്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മളെ ശൈലി, ഭക്ഷണ രീതി ആ രൂപത്തിൽ ആയി മാറിയിട്ടുണ്ട്. എങ്ങനെ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായം കിട്ടുന്നത് മുഴുവൻ കഴിച്ചു കൂട്ടുക, മധുര പലഹാരങ്ങൾ ഒരു 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 പരദീസ എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് മക്കൾക്കും നമ്മളും കഴിക്കുന്നുണ്ട്, നമ്മളെ മക്കൾക്കും അങ്ങനെ തന്നെ തീറ്റിപ്പോറ്റിയിട്ടാണ് വളർത്തുന്നത്. അപ്പൊ അടുത്ത തലമുറകൾ എന്താണ് വരുന്നത്? രോഗികളായിട്ടാണ് വളരുന്നത്. നല്ല ഭക്ഷണം കൊടുക്കാൻ ഇവിടെ ഉണ്ട്, അത് കൊടുത്താൽ തന്നെ നന്നാവും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഫാസ്റ്റ് ഫുഡാണ്, പെട്ടെന്ന് ശരിയാവുന്നത്. ടോസ്റ്റ് ആയാലും ശരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യത്തിന് ഇത് ഗുണകരമല്ല. അതിന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അടച്ചു പൂട്ടണമെന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. ഞാൻ പറഞ്ഞത് രോഗം വന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അസുഖം ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ 3 4 ആൾക്കാരായിട്ട് ഞാൻ ടൈൽസ് എടുക്കാൻ പോയ കടയിൽ, എൻ്റെ സൈറ്റിക്ക് വേണ്ടിയിട്ട് ടൈൽസ് എടുക്കാൻ പോയ കടയിൽ 4 5 ആളായിട്ട് സംസാരിച്ചു. അതിലൊരു രോഗി 4 വർഷമായിട്ട് മരുന്ന് കുടിക്കുകയാണ്, ഗുളിക മാറുന്നില്ല. അവന്റെ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ കണ്ട വളരെ മോശമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ആള് നിസ്സാരമായിട്ട് ഗുളികയും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങനെ, അത് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഗുളിക കഴിക്കും, ഭക്ഷണം കഴിക്കും, ഗുളികയും കഴിക്കും, ഭക്ഷണം കഴിക്കും, ഗുളികയും കഴിക്കും, എന്നാ ഇത് മാറുന്നില്ല. ഇൻസുലിൻ എടുക്കും, മാറുന്നില്ല. 12 വർഷമായിട്ട് ഗുളികയും, ആദ്യം 1 തുടങ്ങി, പിന്നെ 2 ഗുളിക തുടങ്ങി, അത് നിൽക്കാതായപ്പോൾ ഇൻസുലിൻ തുടങ്ങി. അങ്ങനത്തെ ഒരു നിരവധി ആളുകളെ ഞാൻ അറിയും, നിരവധി ആളുകളെ. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ ശേഷം ഇന്നേറ്റ് പരിചയപ്പെടുന്ന പള്ളിക്കലായാലും ശരി, പുറത്തായാലും ശരി, കാണുന്ന ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറയും, എനിക്കിത് വിശദമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയൂല, നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാനിത് എന്റെ വിഷയം പറഞ്ഞുകൊണ്ടേ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അസുഖം മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കുറച്ചു നേരം കേട്ട് നോക്കിയിട്ട് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ശരി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് സ്വീകരിക്കുക. ഒരു മാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു മാസം കൊണ്ട് എന്ത് മാറ്റാണ് നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിൽ വന്നിട്ടുള്ളത് എന്ന്, സുഖമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പിന്തുടരുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉപേക്ഷിക്കുക. കാരണം ഞാൻ നിങ്ങളെത്തുന്ന ആരെത്തുന്ന എനിക്കൊരു മാസത്തിൽ ഇത്ര റുപ്യ തരണം, ഇത്ര ഫീസ് തന്നാലേ ഞാൻ അത് ബാക്കി പറഞ്ഞു തരുള്ളൂ എന്ന് ഞാൻ പറയണില്ല. ഞാൻ എന്താണോ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ എന്താണോ എക്സസൈസ് ചെയ്യുന്നത്, ഞാൻ എന്താണോ ഈ ഷുഗറിനെയും ഈ സ്ട്രോക്കിനെയും മാറ്റാൻ വേണ്ടി ചെയ്യണത്, അത് ഞാൻ നിങ്ങൾക്ക് അതേപോലെ പഠിപ്പിച്ചു തരുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് മൊബൈലിൽ എല്ലാ മനുഷ്യന്മാരും 300 250 225 ഒക്കെ ഡാറ്റ കയറ്റുന്നുണ്ട് ഒരു മാസത്തിന്. ഈ ഡാറ്റ കയറ്റുമ്പോൾ നമ്മൾ നേരം വെളുക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് പല ആളുകൾ ആ ഡാറ്റ കണ്ടു തീർക്കും. അപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർ വിലയിരുത്തുക. ആ കാണുന്ന കൂട്ടത്തിൽ എന്റെ ശബ്ദം കേട്ടിട്ട് ഒരാൾക്ക് നിങ്ങളെ വീട്ടിലോ നിങ്ങൾക്കോ അതിന് ഗുണം കിട്ടുകയാണെങ്കിൽ, ഒരു 10 മിനിറ്റിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ, അതല്ലേ സുഹൃത്തെ നിങ്ങൾക്ക് നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കാണിച്ചു തരുന്ന എക്സസൈസിൽ 100% എക്സസൈസ് ഇന്നതിനാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, അത് ഉറപ്പിച്ചേറ്റ് പറയണത്. 100% നിങ്ങൾക്ക് ആ എക്സസൈസ് കൊണ്ട് ഞാൻ കാണിച്ചു തന്ന 1 മണിക്കൂറിന്റെ എക്സസൈസ് പല വീഡിയോയിലകത്ത് കുറേശ്ശെ കാണിച്ചു തന്നിട്ടില്ലേ. കാരണം ഒരുമിച്ച് കാണിച്ചു തന്നാലും അത് മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് ക്ലാസ് രൂപേണ പഠിപ്പിച്ചു തരികയാണ് ഞാൻ.
പാർട്ടായിട്ട് പഠിപ്പിച്ചു തന്നുകൊണ്ട് നിങ്ങൾ ആ എക്സസൈസ് മുഴുവനും കണ്ടിട്ട് അതിനെ നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3 സ്റ്റെപ്പ് കഴിഞ്ഞ് 4 സ്റ്റെപ്പ് കഴിഞ്ഞാൽ 5ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇരുന്ന് കൊണ്ടുള്ള എക്സസൈസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് തീരും 1 മണിക്കൂർ. അത് 12 ടേൺ ഒരു സംഗതി 12 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ ശബ്ദത്തിന്റെ പുറകിലായിട്ട് 2 വീഡിയോസും കൂടി എക്സസൈസിന്റെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടുന്ന എക്സസൈസുകൾ മുഴുവനും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കുന്നത് വരെ, നിങ്ങൾ ആരോഗ്യമുള്ളത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും വേണം. എന്നാൽ ഒരു 90% ഹാർട്ട് അറ്റാക്ക്, രക്തം ബ്ലോക്ക് ആകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. സ്ട്രോക്ക് വരുന്ന കാര്യത്തിന് പ്രത്യേക ഡോക്ടർ പറയുന്നുണ്ട്. ഒന്ന് കാരണം പറയുന്നത് എന്താണ്? എക്സസൈസിന്റെ കമ്മി, എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട്. സ്വാഭാവികമാണ്. സ്ട്രൈക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? സ്ട്രോക്ക് ആണല്ലേ നമുക്ക് സംഭവിക്കുക. സ്ട്രോക്ക് സംഭവിക്കും. സ്ട്രോക്ക് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഹാർട്ട് അറ്റാക്ക് ആവും. ഹാർട്ട് അറ്റാക്ക് ഒക്കെ എന്ത് സംഭവിക്കും? ഒന്നുമില്ലേ മരിക്കും, ഇല്ലാച്ചെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകാണ്ട് ബൈപ്പാസ് ചെയ്തുകാണ്ട് ആ രക്തം കട്ടായ സ്ട്രോക്ക് സംഭവിച്ച അവിടുന്ന് ബൈപ്പാസ് ചെയ്തുകാണ്ട് രക്തത്തിനെ വേറെ കോയിൽ കൂടെ വിടുന്നത്. അതാണല്ലോ ബൈപ്പാസ്. അതാണ് ബൈപ്പാസ്. എന്നാൽ നേരെ പോണ ഞരമ്പിൽ രക്തം കട്ടായി കഴിഞ്ഞാൽ ആ 2 സ്ഥലത്തു നിന്ന് മാറ്റിയിട്ട് വേറെ ഇപ്പുറത്തെ ഞരമ്പ് കൂടെ വേറെ സംവിധാനം ചെയ്തുകൊണ്ട് അതിനങ്ങോട്ട് വിടും. അപ്പൊ അതിനാണ് ബൈപ്പാസ് പറയുക. അപ്പൊ ദുർബലനായ മനുഷ്യൻ പഴയത് ചെയ്യുന്ന പോലത്തെ ജോലി ചെയ്യാൻ പറ്റൂല, വലിയ കയറ്റം കയറാൻ പറ്റൂല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് വലിയ കയറ്റം കയറാൻ പറ്റൂല, കിതപ്പ് വരും. അപ്പൊ എന്താ, അത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ വരാത്ത ആളുകള് വരാതെ നിൽക്കാനല്ലേ സൂക്ഷിക്കേണ്ടത്. സ്ട്രോക്ക് വന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, അവരെ പ്രയാസം ഒന്ന് കണ്ടുനോക്കി. അവരെടുത്തൊന്ന് ഞാൻ അതൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എന്റെ കണ്ണോട് കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ, സ്ട്രോക്ക് സംഭവിച്ച ആൾക്കാരെ, അവരെ പ്രയാസങ്ങൾ, അവരെ നടത്തം, അവരെ കുടുംബത്തിലെ ജീവിതം. അതാണ് പറഞ്ഞത് ഡോക്ടർ. എന്താ പറഞ്ഞത്? സ്ട്രോക്ക് സംഭവിച്ചാൽ മരണം സംഭവിക്കും. മരണം എങ്ങനെയാണ്? ഹാർട്ട് അറ്റാക്ക് ആണ് അതിന് മുൻപന്തി. കാരണം 1ാം നമ്പറിൽ നിൽക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. കാരണം അതാണ് മെയിനായിട്ട് ശരീരത്തിൽ പമ്പ് ചെയ്യുന്നത്. ആ പമ്പ് ചെയ്യുന്ന സാധനത്തിന് കറക്റ്റായിട്ട് അതിന്റെ രക്തം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സ്ട്രോക്ക് സംഭവിക്കും. അത് സ്ട്രൈക്ക് ആക്കും. നമ്മളിപ്പോ ഒരു ശമ്പളം നമുക്ക് തരാതെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ ആള് നമുക്ക് ശമ്പളം തന്നിട്ടില്ല, നമ്മൾ എല്ലാവരും പാടെ കൂടി എന്ത് ചെയ്യും? നമ്മൾ സ്ട്രൈക്ക് ആക്കുകയാണ്. നമ്മൾ കാണാനാണ് കൊടിയും പിടിച്ച് സ്ട്രൈക്ക് ആക്കും. സ്ട്രൈക്ക് ആക്കാൻ തന്നെ നമ്മൾ പണിയെടുക്കാൻ തയ്യാറില്ല. അതാണ് ഇതിന്റെ അർത്ഥം. പണിയെടുക്കാൻ തയ്യാറില്ല. അത് നമ്മൾ ജീവിതത്തിൽ ജനറൽ നോളജാണിത്. ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് സംഭവിക്കും. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പണി നിർത്തും. ഹാർട്ട് പറയില്ല, എനിക്ക് തരേണ്ടത് നിങ്ങൾ തന്നില്ല, എനിക്ക് നിങ്ങൾ ഓവർലോഡ് തന്നു, അതിനനുസരിച്ച് എനിക്കുള്ള ആവശ്യങ്ങൾ നിങ്ങൾ തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് തൽക്കാലം എൻ്റെ ഹാർട്ടിനെ നിർത്തുന്നു, നിങ്ങൾ വേറെ പണി എന്താന്ന് നോക്കിക്കോളി. നമ്മൾ ഒന്നിലെ ചെയ്യും, പിന്നെ ഡോക്ടർക്ക് പോയി 1.5, 2, 3 ലക്ഷം രൂപയോളം ചെലവാക്കി ബൈപ്പാസ് ചെയ്യും. അതിന് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടും, ഇല്ലാന്നുണ്ടെങ്കിൽ മരിക്കും. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താണ്? 10 പേർക്ക് സ്ട്രോക്ക് സംഭവിച്ചാൽ അതിൽ ഒരാള് 3 പേര് മരിക്കുന്ന പറഞ്ഞത് സ്ട്രോക്ക്. അതിൽ ബാക്കി വരുന്ന 4 പേര് കിടപ്പ് രോഗിയാവുന്നതാണ്. കിടപ്പ് രോഗിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലത്തെ ഒരാൾ അതിന് തയ്യാറാകേണ്ടി വരും. കാരണം അയാൾ മരിക്കൂല, ജീവിക്കൂല. നമ്മൾ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കും. മരിച്ചു കിട്ടിയാൽ മതി, മരിക്കൂല. നമ്മൾ പ്രാർത്ഥിക്കും, അള്ളാഹുവേ ഇദ്ദേഹത്തിന് മരണമാണ് ഉചിതമെങ്കിൽ മരിപ്പിക്കണമേ, ജീവിതമാണെങ്കിൽ ഉചിതമെങ്കിൽ ജീവിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് മുൻകൂറായിട്ട് ചെയ്തു വെച്ചിട്ടാണ് നമുക്ക് ഈ അസുഖം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. മറ്റേ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ വാരി വലിച്ച് കിട്ടുന്നതും തിന്ന് മുടിച്ച് ലെവൽ ചെയ്തിട്ട് രോഗം ഉണ്ടാക്കിയതിന്റെ ശേഷം നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്, അയൽവക്കക്കാർക്കും ബുദ്ധിമുട്ടാണ്, വീട്ടുകാർക്കും ഭാരമാണ്. അതെങ്ങനെ? ഡോക്ടർ പറയാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ശശികുമാർ സാർ ഇത് പറയുന്നത് തന്നെ. എനിക്ക് എന്ത് ഇഷ്ടം അദ്ദേഹത്തിന്റെ സ്പീച്ച് അറിയുന്നത്. വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതെന്താ കാരണം? എന്താ വെച്ചാല് അസുഖം മൂത്ത് കഴിഞ്ഞാൽ പെരിയിൽ സമ്പത്ത് ഉണ്ടാവില്ല, കൂലി, നമ്മൾ ചെലവ് നടത്തിക്കൊണ്ടുള്ള ആളാണ് ഈ കൊയഞ്ഞു കിടക്കുന്നത്. ഒരു ഭാഗം പണിക്ക് പോകാൻ പറ്റുക,
അദ്ദേഹത്തിന് തന്നെ മരുന്ന് വേണം, പെരീത്തെ ചെലവ് അടക്കണം. ആര് നടത്തും? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആരെത്തും പൈസ അല്ല. എല്ലാവരും അവനാന്റെ ജീവിതം വളരെ പിടിച്ചു മുറുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുറത്തു പോയാണ്ട് ഇദ്ദേഹത്തിന് സഹായം തേടേണ്ടി വരും. കുടുംബക്കാരടുത്ത് എത്ര വട്ടം പോവും? എത്ര വട്ടം നാട്ടുകാരടുത്ത് പോവും? എത്ര വട്ടം? പല പ്രാവശ്യം പോകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളെ പുച്ഛിക്കൂലേ? അപ്പൊ നമ്മളെ മാനസിക വേദന എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും സഹോദരന്മാരെ? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആരോഗ്യമുള്ള സമയത്ത് ആ അസുഖം ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഷുഗർ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഷുഗർ കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഷുഗർ മാത്രമല്ല ടെൻഷൻ. മനുഷ്യന് ആവശ്യമില്ലതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ തലച്ചോട്ടിൽ കയറ്റി വെച്ച് ജീവിക്കുകയാണ് ഞാനും നിങ്ങളും. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, പണിയില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും, നമ്മളെ നഷ്ടങ്ങൾ സംഭവിച്ചതിന് നമ്മൾ ടെൻഷൻ ഉണ്ടാവും. കഴിഞ്ഞു പോയ കാലങ്ങൾ ഓർത്ത് നമ്മൾ ടെൻഷനായിക്കൊണ്ടേയിരിക്കും നമ്മളെ ജീവിതം. ഇനി കഴിഞ്ഞു പോയ കാലം ഓർത്തത് കൊണ്ട് നമ്മൾ ടെൻഷൻ എടുത്തുകൊണ്ട് അത് മാറും? ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി എന്ത് ചെയ്യുക? അതിനെ മറന്നുകൊണ്ട് ഇനി മുന്നിക്ക് ഇന്നു മുതൽ ഞാൻ എന്ത് ചെയ്യേണ്ട ജീവിതത്തിൽ തലയ്ക്ക് ആ മെസ്സേജ് കൊടുക്കുക. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന എക്സസൈസുകളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സസൈസ് അതാണ്. എല്ലാ ശരീരത്തിന്റെ ഓരോ ജോയിന്റുകൾക്കും ഓരോ ഞരമ്പുകൾക്കും രക്തമോട്ടം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എൻ്റെ ഉടനീളം എക്സസൈസിലുള്ളത്. ആ എക്സസൈസ് നിങ്ങൾ ചെയ്തുകൊണ്ട് അവസാനമായി നിങ്ങൾ ആ കസാരയിൽ ഇരുന്നു കൊണ്ട് തലച്ചോറിന് മെസ്സേജ് കൊടുക്കണം. എന്ത്? ഇതുവരെ എനിക്ക് സംഭവിച്ചതൊക്കെ സംഭവിച്ചു, എനിക്കത് പ്രശ്നമേ ഇല്ല, ഞാൻ അതിനതാ എൻ്റെ ശരീരത്തിൽ നിന്ന് തലച്ചോറിൽ നിന്ന് മാറ്റിക്കളയുന്നു. ഇന്ന് മുതൽ ഈ സമയം മുതൽ ഞാനിതാ പുതിയൊരു ലോകത്തിലേക്ക്, പുതിയൊരു സംരംഭത്തിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്തിന്? നമുക്ക് കഴിഞ്ഞു പോയ പക, വിദ്വേഷം പലതും ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ എന്താവും? ഹൃദയം ശുദ്ധിയാവും. ഹൃദയം ശുദ്ധിയാകുന്നതോട് കൂടിയിട്ട് പകുതി ഭാരം നമ്മൾക്ക് കുറയും, ടെൻഷൻ കുറയും. ടെൻഷൻ കുറയുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. അതിനൊക്കെ ഒരു കൺട്രോളിങ് വരും. ആ കൺട്രോളിങ് ആണ് ആ എക്സസൈസിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ അതിന് കോമാളിത്തരായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു നിവൃത്തിയില്ല സഹോദരന്മാരെ. നിങ്ങൾക്ക് ഒരു പൈസക്കും ചെലവില്ലാതെ നിങ്ങളെ മുന്നിൽ ഞാൻ എല്ലാം പഠിപ്പിച്ചു തന്ന് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് വിലയില്ലെങ്കിൽ നിങ്ങൾ അതിന് വില കൽപ്പിക്കണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിങ്ങളോടൊരു മാസത്തിൽ എനിക്ക് ഇത്ര പൈസ അയച്ചു തരണം, എന്നാലും ഞാൻ ബാക്കി കാണിച്ചു തരുന്നു എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയൂല. നിങ്ങൾക്കായി ഞാൻ സമർപ്പിച്ച ഈ എക്സസൈസിനെ നിങ്ങൾ ചെയ്തു നോക്കൂ സഹോദരന്മാരെ. ഒരാഴ്ച ചെയ്തു നോക്കൂ. ഒരാഴ്ച ചെയ്ത് ഒരു മാസം ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്ക് പൈസക്ക് മുടക്കില്ലല്ലോ, എക്സസൈസ് അല്ലേ. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഉപകാരവും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനെ തള്ളിക്കളയണം. അല്ല, നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സ്വന്തം മനസ്സിനോട് പറയണം, ഇല്ല എനിക്കിതിന് ഉപകാരം കിട്ടുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ നിസ്കരിക്കുന്ന ആളാണ്. നിസ്കരിക്കാൻ പോകുമ്പോൾ എനിക്ക് സുജൂദിക്ക് പോകാൻ, റുക്കോയിൽ നിന്ന് സുജൂദിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. മുട്ട് മടങ്ങൂല. എന്നിട്ട് കൈ രണ്ട് കുത്തി പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഹത്തയ്യാത്തിലിരിക്കുക. ഞാൻ വാദത്തിനാണ് മരുന്ന് കുടിച്ചത് കുറെ. ഞാൻ വാദാണെന്നാ വിചാരിച്ചു. ഞാനല്ല വിചാരിച്ചു, ഡോക്ടർ പറഞ്ഞു വാദാണ്. അപ്പൊ ഡോക്ടർമാർ പറയുമ്പോൾ കേൾക്കുമല്ലോ. അങ്ങനെയാണ് ഈ ഷുഗർ കൊണ്ട് വന്ന പ്രയാസങ്ങളാണ് മുഴുവനും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിന് ഞാൻ മാറ്റിമറിക്കാൻ 1.5 വർഷം കൊണ്ട് ഞാൻ ഈ എക്സസൈസുകൾ കൃത്യമായിട്ടും ഭക്ഷണ രീതിയും ചെയ്തപ്പോൾ എനിക്ക് 100% മാറി. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നിങ്ങളെ ഷുഗർ മാറും, ഒരു ദിവസം കൊണ്ട് നിങ്ങളെ വേദന മാറും എന്ന് ഞാൻ അംഗീകരിക്കൂല. അത് സംഭവിക്കൂല. നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ അള്ളാഹു തന്നെ. ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി. നമ്മൾ 50-60 വർഷം, 40-50-60 വർഷം വെന്ന് കൂടിയ സാധനം ഒരു ദിവസം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് പോകൂല. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ സംഭവിക്കുന്നത്. അപ്പൊ ബ്ലോക്കിന്റെ കാര്യം എന്താ പറഞ്ഞത്? ബ്ലോക്ക് സംഭവിച്ചാൽ മരണം സംഭവിക്കും. ഒന്ന്. രണ്ടാമത്തെ അംഗവൈകല്യങ്ങൾ ഉണ്ടാവും. സ്ട്രോക്ക് സംഭവിച്ചാൽ കൈ തളരും, കാല് പോകും, ചുണ്ട് കൂടും,
കൈ ഇങ്ങനെ ആയി പോകും. പിന്നെ ഒരിക്കലും മരിക്കുന്നത് വരെ അത് നീരൂല സഹോദരന്മാരെ, മരിക്കുന്നത് വരെ നീരൂല. അതേപോലെ തന്നെ മറവി രോഗം സംഭവിക്കും, കാഴ്ച നഷ്ടപ്പെടും, അവസ്മാരം ഉണ്ടാവും. ഇതൊക്കെ സ്ട്രോക്ക് കൊണ്ടുണ്ടാക്കുക. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതാത് പോണ ചെല്ലന്റെ രക്തം ബ്ലോക്കായി. കാരണം നമുക്ക് ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നമ്മളെ മെമ്മറി, ഇത് ഓർമ്മ വരുന്ന കാര്യം. അല്ലാതെ നമ്മളെ കൈവല്ല. രക്തത്തില് രക്തം കട്ട പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, ബ്ലോക്ക് ആവുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, അമിതമായിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ ആ എക്സസൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് ടെസ്റ്റ് ചെയ്യാനെങ്കിലും നിങ്ങൾ നോക്കി, ടെസ്റ്റ് ചെയ്യാൻ ഇവൻ പറയുന്നത് എത്രത്തോളം ഇവർ പറയുന്നത് ശരിയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ലാസ്റ്റത്തെ എല്ലാ എക്സസൈസും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇങ്ങനെ പോയിന്റുകൾ എക്സസൈസ് ചെയ്യേണ്ടത്. ആ എക്സസൈസ് റിലാക്സ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് കാണണ്ട. അല്ല, കിട്ടുകയാണ് നിങ്ങൾ ഈ എൻ്റെ വീഡിയോസിനെ നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ സ്ട്രോക്ക് വരാതെ, ബ്ലോക്ക് വരാതെ, ഇതിനൊന്നും സാറേ എൻ്റെ വീട്ടിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്നെ എടുത്ത് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒരു നിവൃത്തിയില്ല സഹോദരന്മാർ. ഞങ്ങൾ വളരെ ആവശ്യം ജീവിതം മുന്നോട്ട് കഴിച്ചു പോകണമല്ലോ. ഒരു ഡോക്ടർ, ഒരു ഹോസ്പിറ്റലത്തെ ചെലവ് വന്ന് നോക്കണം. ആ ചെലവ് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കുടുംബക്കാരോടൊക്കെ പോയാണ്ട് എനിക്ക് തരി, ബാപ്പ അവിടെയാണ്, ഉമ്മ ഇവിടെയാണ്, മറ്റൊരു ഇവിടെയാണ് പറഞ്ഞാണ്ട് കൈ നീട്ടും. കൈ നീട്ട് പോകുമ്പോ തന്നെ ഓൽക്കറിയാം, അപ്പൊ തന്നെ പറയും ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണ്. ഇത് കേൾക്കേണ്ട ആവശ്യം തന്നെ, ചെല്ലണ്ട എന്നല്ല ഞാൻ പറയുന്നത്, സഹായം ചോദിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പരസ്പരം സഹായിക്കണം, നമ്മൾ പരസ്പരം സഹായിക്കണം. പക്ഷെ ഈ സഹായം ചോദിക്കുന്നതിന്റെ മുന്നേ ആരോഗ്യമുള്ള മനുഷ്യന്മാരെ, പെങ്ങന്മാരെ, സഹോദരന്മാർ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ, ഞങ്ങൾ എന്തിനു പോണം? പോണീന്റെ മുന്നേ നിങ്ങളെ മുന്നിലുള്ള എക്സസൈസുകൾ ഭക്ഷണത്തിന് മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായും ഈ രോഗം മാറുന്നുണ്ട്. ഇപ്പൊ ഷുഗർ രോഗം മാറും. നിങ്ങൾക്ക് മരുന്ന് ഒഴിവാക്കാം, ഇഞ്ചക്ഷൻ ഒഴിവാക്കാം. ഇതിന്റെ വിഷയം നീണ്ടു പോകുന്നത് ഞാൻ ചുരുക്കുകയാണ്. എനിക്കിത് പറയാതെ നിൽക്കാൻ പറ്റൂല സഹോദരൻ. അതുകൊണ്ട് നിങ്ങളെ വേദന, വരുത്തം എല്ലാ ശരീരത്തിൽ നിന്ന് മാറും. ഓരോ ജോയിന്റുകൾക്കും രക്തെത്തുകയും ഓരോ ജോയിന്റുകൾക്കുള്ള എക്സസൈസ് ആണ് ഞാൻ പഠിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നത്. അത് മുഴുവൻ എക്സസൈസുകൾ 1 മുതൽ 10, 14 വരെ വീഡിയോസ് ഉണ്ട്. ചെറിയ വീഡിയോസ് ആണ്. കൂടുതൽ ഇട്ടാലും മുഴുവൻ കാണിച്ചു തരാനും കഴിയില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പേരിൻ്റെ അവിടെ കൈ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസുകൾ മുഴുവൻ വരും. അവിടെ നിങ്ങൾ വീഡിയോ എന്ന് കാണാം. അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ള വീഡിയോസ് വരും. ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ 1, 2 നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഓരോന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ആവർത്തിച്ചിട്ടാണ് ഈ വിഷയം പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത്? അത്ര ഗൗരവമുള്ള സംഗതിയാണ്. അപ്പം ഒരു ഷുഗർ രോഗി രാവിലെ കഴിക്കേണ്ടത് ഒരു സ്പൂണ് ഉലുവ വെള്ളത്തിൽ ഇട്ട് വെക്കുക. രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതെടുത്തുങ്ങാണ്ട് ആ രാവിലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ ഉലുവ പച്ചക്ക് കഴിക്കുക, ഒരു സ്പൂണ്. അതേപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി കഴിക്കുക, വിഴിഞ്ഞ ഈ ഗ്ലാസത്തെ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ നേരത്തിനനുസരിച്ച് നിങ്ങൾ സമയം സെറ്റ് ചെയ്യുക. 5 മണിക്ക് എണീറ്റാൽ 6 മണിയാകുമ്പോഴത്തേന് വെള്ളം കുടിയും എക്സസൈസും കഴിയും. ആ എക്സസൈസ് മുഴുവൻ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഒരു 300 ml, ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കുന്നത്, ഇതിന്റെ കപ്പാണ്. 300 ml വെള്ളം എടുത്ത് നന്നാക്കി തിളപ്പിച്ചിട്ട് അതിൽ ബ്രൂ ഇൻസ്റ്റന്റ് കോഫി, പൊടി കോഫി ഇടുക. അത് ബ്രൂ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക. അതിട്ടിട്ട് 1 സ്പൂൺ ഇടുക. അതിലേക്ക് ഒരു 15 ഗ്രാം ബട്ടർ, അത് ഗ്രാം നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല, മുറിച്ചെടുത്തിട്ട് അൺസാൾട്ടഡ് ഉപ്പില്ലാത്ത ബട്ടർ ഇട്ടിട്ട് അത് നന്നാക്കി ഇളക്കുക. ചൂടുണ്ടായതുകൊണ്ട് അലിഞ്ഞു കിട്ടും ബട്ടർ. അത് അവിടെ ഒരു ഭാഗത്ത് വെച്ച്, നല്ല ചൂടുണ്ടാവും, പെട്ടെന്ന് ചൂടാറൂല. അത് വെച്ചിട്ട് ഒരു ലേസം ബദാം, ഒരു ലേസം വാൾനട്ട്, നിങ്ങളെ സാമ്പത്തികം അനുസരിച്ച് 1 മാസത്തിന് എന്തായാലും നിങ്ങൾ മരുന്ന് നിലനിൽക്കുക, അത് മേടിക്കുക. അത് ഒരു ഭാഗത്ത് ഒരു പ്ലേറ്റിൽ വെക്കുക. എന്നിട്ട് സലാഡ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആംലേറ്റ്, 2 മുട്ട ഉപയോഗിക്കുക, 3 മുട്ട ഉപയോഗിക്കുക, 4 മുട്ട ഉപയോഗിക്കുക. 4 മുട്ട ഉപയോഗിക്കുമ്പോൾ 2 മുട്ടന്റെ മഞ്ഞേ കഴിക്കാൻ പാടുള്ളൂ. 2 മുട്ടന്റെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള കഴിക്കുക.
വയറ് നിറവ് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ അതിന് കുറച്ചാൽ മതി. ഓക്കെ. ഇനി മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങി കഴിക്കുക, ആംപ്ലേറ്റ് ആയി കഴിക്കുക, ബുൾസി ആയി കഴിക്കുക, റോസ്റ്റ് ആക്കി കഴിക്കുക, അങ്ങനെയും കഴിക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പല പ്രാവശ്യം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം എന്താ വെച്ചാൽ എല്ലാ പച്ചക്കറികളും എടുത്തുകൊണ്ട് ഒരു ബൗളിൽ ആ പച്ചക്കറിയിൽ ഓരോ സ്പൂൺ ഇട്ടാൽ തന്നെ അത്യാവശ്യം പച്ചക്കറികളാവും. ആ പച്ചക്കറിയിൽ രസം മല്ലിച്ചപ്പും പുതിനയും കരിയേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാടെ ഇട്ടിട്ട് ഒരു ഉപ്പും പിന്നെ ഗരം മസാല ഇട്ടിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കും. ഒരു 2-3 മുട്ട ഇട്ടുകൊണ്ട്. അപ്പൊ നല്ല കനത്തിലാണ് വരും. അപ്പൊ ഞാൻ ആ ഒരു ആംപ്ലേറ്റും ഈ ഒരു ബട്ടർ കോഫിയും പിന്നെ ഒരു ഇതാണ് കഴിക്കല്. എന്ത്? നട്ട്സ്. നട്ട്സിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നട്ട്സിന്റെ കൂടെ ഒരു ഈത്തപ്പഴം, അത് നല്ല ടേസ്റ്റ് ആണ്. നട്ട്സുകൾ കഴിച്ചു, പിന്നെ ആ ഈത്തപ്പഴം ഇങ്ങനെ കടിച്ച്, ആ നട്ട്സ് കഴിക്കുന്ന കൂട്ടത്തോടെ ആ ഈത്തപ്പഴം ഇങ്ങനെ കടിച്ച് തിന്നാൽ നല്ല രസമാണ്. ഓക്കെ. അതാ രാവിലക്കത്തായി. ഇനി നിങ്ങൾക്ക് കുറച്ച് സലാഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ വേവിച്ചാണ് പച്ചക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയി. പിന്നെ ഉച്ചക്കാണ് വരുന്നത് ലഞ്ച്. ഉച്ചക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉച്ചക്ക് നിങ്ങൾക്ക് ഇറച്ചി കഴിക്കാം, മീൻ കഴിക്കാം, മട്ടന് കഴിക്കാം, ചിക്കൻ കഴിക്കാം, പൊരിച്ച് കഴിക്കാം, കരിച്ച് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കഴിക്കാം, വരട്ടി കഴിക്കാം. ഓക്കെ. അത് നല്ലൊരു ബോളിൽ അത്യാവശ്യം നിങ്ങൾക്ക് അത് ഏതാണോ അതിന് വേണ്ടിച്ച് അത് എടുക്കുക. പിന്നെ ലേശം സലാഡ് എടുക്കുക, പച്ചക്കായൽ വേവിച്ച സലാഡ് എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പിന്നെ ഒന്നോ രണ്ടോ ചെറിയ പിന്നെ രാഗിന്റെ അപ്പം, ഒന്നോ രണ്ടോ രാഗിന്റെ ചെറിയ അപ്പം. എന്താ വെച്ചാൽ അങ്ങനെ തിന്ന് ശീലമായതുകൊണ്ട്. കൂടുതൽ ഷുഗർ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? ഒരു മാസത്തിന് ഇത് ഒഴിവാക്കണം. ഇത് രാഗിന്റെ അപ്പം ഒഴിവാക്കണം. രാവിന്റെ അപ്പം ഒഴിവാക്കിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നോർമലായ ആളുകൾ ഒരു ചപ്പാത്തി, 2 ചപ്പാത്തി ചെറുത്, വളരെ ചെറുത്, ഇല്ലെങ്കിൽ ഒരു ചപ്പാത്തി ചെറുത്, പ്ലീസ് അങ്ങനെ ചെയ്യണം. മാറിയതിന്റെ ശേഷം നിങ്ങൾക്ക് പിന്നെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു കപ്പും ഈ ഭക്ഷണമായി, പച്ചക്കറിയായി, ഇറച്ചിയോ മട്ടനോ മീനോ അതായി, പിന്നെ ഒരു ലേസം ഒരു 1-2 അപ്പായി. ഓക്കെ. അതിന് നല്ല ചുടുവെള്ളം കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളം, പച്ചവെള്ളമായാലും ചുടുവെള്ളമായാലും ഒരു 3 ലിറ്റർ ഏകദേശം വെള്ളം കുടിച്ചിരിക്കണം. അത് പല ഘട്ടത്തിലായി രാത്രിയാകുമ്പോഴേക്കും കുടിച്ച് തീർത്താൽ മതി. പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഉച്ചക്ക് ഒരു കാപ്പി കുടിക്കണം തോന്നിയാൽ കാപ്പി കുടിക്കാം, മധുരമില്ലാതെ. ചായ കുടിക്കണം തോന്നിയാൽ മധുരമില്ലാതെ കുടിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ സംഭാരം കുടിക്കാം, മോരും വെള്ളം കുടിക്കാം. നിങ്ങൾക്ക് അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ തൈര് കഴിക്കാം, മധുരമില്ലാതെ, ഉപ്പിട്ട് കണ്ട രസം. അതേപോലെ അതിലൊക്കെ കുരുമുളക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതേ രീതി തന്നെ നിങ്ങൾ രാത്രിയും ചെയ്യുക. രാത്രി നിങ്ങൾക്ക് എന്ത് മീനാണെങ്കിൽ മറ്റാണെങ്കിൽ എന്താ വെച്ചാൽ മാറ്റം വരുത്തിയാൽ മതി. ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടത് പച്ചക്കറി, എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് കഴിക്കാം. ഒഴിവാക്കേണ്ടത് പച്ചക്കറിയിൽ നിന്ന് ഉരുളൻകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ, ചേമ്പ്, ചേന, പിന്നെ ബീട്രൂട്ട് മുതലായവ കിഴങ്ങ് വർഗ്ഗങ്ങൾ മുഴുവനും അതിൽ നിന്ന് ഒഴിവാക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് മധുര പാനീയങ്ങളാണ്. എല്ലാവിധ മധുര പലഹാരങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ് മുഴുവൻ കഴിക്കാതിരിക്കും ഒരു മാസം. പിന്നെ നിങ്ങൾ പിന്നെ പിന്നെ ധാന്യങ്ങൾ ഫുള്ള് പിന്നെ മൈദ, അരി, ഗോതമ്പ്, ഓട്സ് മുതലായവ എല്ലാം ഒഴിവാക്കുക ഒരു മാസം. പിന്നെ നിങ്ങൾ മധുര പഴങ്ങൾ ഒരു പഴങ്ങളും നിങ്ങൾ പച്ചക്കും പഴുത്തതും കഴിക്കാൻ പാടില്ല ഒരു മാസം. ഈ ഒരു മാസം കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങളെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ ജീവിതത്തിന് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ എക്സസൈസ് ചെയ്യുക മരുന്നാക്കിക്കൊണ്ട്, ഭക്ഷണം കഴിക്കുക മരുന്നാക്കിക്കൊണ്ട്, എന്നാൽ നിങ്ങൾക്ക് 100% ഞാൻ പറയുന്ന റിസൾട്ട് കിട്ടിയിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ എക്സസൈസിൻ്റെതാണ്. അത് ഞാൻ ഇത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും. ഇത് 14 വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് 15ാമത്തെ വീഡിയോ ആണ്. അപ്പൊ ഇത് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ടോപ്പിക്ക് ഷുഗറിനെ കുറിച്ചിട്ടും സ്ട്രോക്കിനെ കുറിച്ചിട്ടും ടോപ്പിക് ഇടുമ്പോൾ അത് അങ്ങനെ തന്നെ വായിച്ചിട്ട് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. എക്സസൈസ് ചെയ്യുന്നത് എക്സസൈസ് വീഡിയോ, ഷുഗർ രോഗം വെറും ഷുഗർ, സ്ട്രോക്ക്, എക്സസൈസ് ഇങ്ങനെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഈ വിഷയത്തിന്റെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അവർക്ക് അറിയില്ല. അതുകൊണ്ട് അറിയുന്നപോലെ സഹായിക്കുക. സ്ട്രോക്ക് വരാതെ, അപകട മരണങ്ങൾ വരാതെ
നമ്മളെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് വരുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം മാറി നിൽക്കാൻ ശ്രമിച്ചാൽ 100% നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടതിന് ഞാൻ നിങ്ങളോട് ദൈർഘ്യമുണ്ടായതിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി 2 മിനിറ്റ് വൈകിയതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.